ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാൻ ഈ സന്ദേശം എന്ന് പറയുന്നത്. 2015 അവസാനം എൻ്റെ ഭവനത്തിൻ്റെ ഡെഡിക്കേഷൻ നടന്നു. ആ ഡെഡിക്കേഷൻ്റെ കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, എൻ്റെ ഭവനം ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരം ഞാൻ പണിയുന്ന ഈ ഭവനം, എൻ്റെ ദൈവം അതിനൊരു പേരിടണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ചില നാളുകൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ ഭവനത്തിൻ്റെ ഡെഡിക്കേഷന് കുറച്ച് ദിവസം മുമ്പ്, ഏതാനും ദിവസം മുമ്പ്, എൻ്റെ പുതിയ ഭവനത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു തിട്ടയുടെ മുകളിൽ കയറിയിരുന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ചില ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭവനത്തിൻ്റെ പണി തീരും. അന്ന് പ്രാർത്ഥനയുണ്ടാവും. എന്നാൽ ഭവനത്തിന് ഒരു പേരിടണം. ആ പേരെന്തായിരിക്കണമെന്ന് എൻ്റെ പിതാവിനോട് ഇടപെടണം. ഞാൻ ആ വിഷയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചു. കർത്താവെ, അതിനു മുമ്പ് എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം, എൻ്റെ മനസ്സിൽ റിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ബഥേൽ എന്നുള്ള പേരാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ വരുന്ന പേര് ബഥേൽ എന്നാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഈ ബഥേൽ എന്ന പേരാണ് ദൈവം എന്നോട് പറയുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വരണം, അവരെന്നോട് പറയണം ഇത് ബഥേൽ കോവൂർ എന്ന് പേരിടണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതും എൻ്റെ പാസ്റ്ററായിരിക്കുന്ന ഷെറി, അദ്ദേഹം ബൈക്കിൽ ഭാര്യയുമായി വരികയും ഞാൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, വീടിന് പേര് വിടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ബഥേൽ കോവൂർ എന്നങ്ങിട്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ പേരിൻ്റെ അർത്ഥം ഞാൻ നോക്കി. ആ പേരിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ്. അതെ, നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ശരിയായ പേര് ദൈവം നമുക്ക് തരും. ദൈവം തന്നെയാണ് ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായും എൻ്റെ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. കർത്താവെ, എൻ്റെ ഭവനത്തെ കർത്താവിൻ്റെ ഭവനമെന്ന് വിളിക്കുവാൻ തക്കവണ്ണം കർത്താവിന് ദയ ഉണ്ടാകാനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നടത്തുന്ന എല്ലാ വഴികളെയോടും ദൈവത്തിന് സ്തുതിക്കുന്നു. സകല മാനവ മഹത്വവും എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.